നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവര് പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈന്റ് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണല്ലോ, അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ, അവിടെ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഡിജിറ്റൽ എവിഡൻസ് എന്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുൾ ഇന്ന് കൈമാറും. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ രഹസ്യമായിട്ട് ചെന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ഇവർ ഈ അമ്മയ്ക്കാത്ത കാര്യങ്ങളായി സംസാരിക്കുന്നത്. അമ്മയ്ക്കാത്ത ഡിജിറ്റലിന്റെയും അത് ഇത് മറ്റേത്. നിങ്ങൾ ഈ അമ്മയുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അമ്മയുടെ ഓഫീസിൽ വെച്ച് മാത്രമേ ഉള്ളൂ? അറിയാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കാം. അമ്മയുടെ ഓഫീസിൽ മാത്രമേ ഉള്ളൂ? അല്ല, പുറത്താണെങ്കിലും ഇതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതിന്റെ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ലക്ഷ്മിപ്രിയയുടെ വോയിസ് ഞാൻ വേണമെങ്കിൽ അത് ഈ ഒരു ഇതിനകത്തൊന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കാം. അന്ന് ഇവർ ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചത് ഇപ്പം അത്യാവശ്യം അത് 1,50,000 വ്യൂ പോയിട്ടുണ്ട്. അന്ന് ഇവർ സംസാരിച്ച ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് വ്യക്തമാകാൻ പറ്റും. ഇവരുടെ രീതി, ഇവരുടെ സംസാരം, ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇവർ എങ്ങനെയാണെന്ന് ഒരു ഗ്രൂപ്പിൽ പറഞ്ഞാണ്. ഇത്രയും വലിയ ആൾക്കാരുള്ള സമയത്ത് ആ ഒരു ഗ്രൂപ്പ് ഇവരിട്ട വോയിസ് നിങ്ങൾ അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ വർത്താനം ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ട, ആ അമ്മ ഓഫീസിൽ മാത്രമേ ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ്. പച്ച നുണയാണ് ഈ സ്ത്രീ പറയുന്നത്. അവിടെ മാത്രമല്ല, പുറത്താണെങ്കിൽ പോലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ജാതി, മതം അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അത് പുള്ളിക്കാരിയുടെ വേർഷൻ അല്ലേ? എന്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിനുത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ 10 വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22 ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എന്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവകാശം ഇല്ലേ? പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എന്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എന്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. ഓക്കെ, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അവിടെ ഇരുത്തിയോ? അവിടെ ഇരുത്തി ആ ഒരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ തൃപ്പൂണിത്തുറ പോലീസുകാർ സംസാരിച്ചോട്ടുണ്ടെങ്കിൽ അതെന്താ? എടോ, ഞാനൊരു കാര്യം പറയാം. ഓവർ ആവരുത്, പല കാര്യത്തിലും ഓവർ സ്മാർട്ട്നെസ് ആവരുത്. ലക്ഷ്മിപ്രിയയ്ക്ക് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഇവരുടെ കുറെ രീതികളും ഇവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രായം ചെന്ന പഴയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അമ്മേരാണെങ്കിൽ പോലും അവർ പോലും തോറ്റുപോകുന്ന രീതിയില്ല. ആഹാ, അവർക്കൊക്കെ ഉപദേശം കൊടുക്കാൻ പോകുന്ന ഒരു ലക്ഷ്മിപ്രിയാണെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഫുൾ കോമഡി പീസ് എന്ന് പറയാം. അത് ഇവറ്റകളൊക്കെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും നേരെ ജോനെ നോക്കാതെ അമ്മ സംഘടനയല്ല വളർത്താൻ നടക്കുന്നത്. അവിടെ ആണെങ്കിൽ ഒന്നാം തന്നെ കുത്തിത്തിരിപ്പോള്. അവിടെ ഈ പറയുന്നോട്ട് 1, 2, 3 ഗ്രൂപ്പ് അങ്ങാനുണ്ട്. 1, 2 വരെ 3ഓളം 4 ഗ്രൂപ്പോളം ഉണ്ട് അവിടെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ആണുങ്ങളാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്ന പെണ്ണുങ്ങളെ പിടിച്ച് ഏൽപ്പിച്ചപ്പോഴത്തേക്ക് ആഹാ എല്ലാം കലവടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ് അങ്ങനെ? നീ എന്ത് വിവരക്കേടാ ഇപ്പൊ നമ്മളെ പറയുന്നത്? സംഘടന ഇപ്പൊ അമ്മയ്ക്കകത്തൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് അമ്മയെ തീർക്കാനാണ് പരമാവധി നോക്കുകയൊക്കെ വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ തന്നെയാണ് നോക്കുകയൊക്കെ വേണ്ടത്. അത് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവിടെ ജാതി, മതവും ഈ പറയുന്ന അച്ഛൻ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോയിട്ടുള്ളത്. അൻസിബ ആ ഒരു കാര്യത്തിലാണ് കൊടുത്തത്. കൊച്ചമ്മ ഇനി ഏത് കാര്യത്തിലാണ് കൊടുത്തതെന്നാണ് ഒരു പിടുത്തം കിട്ടാത്തപ്പോൾ. ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം എനിക്കത് പരാതിപ്പെടേണ്ട സ്ഥലമല്ല സംഘടന എന്നുള്ള വിവേക ബുദ്ധി എനിക്കുണ്ട്. നമ്മൾ തമ്മിലുള്ള 2 പേര് തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ സംഘടനയല്ല പരിഹരിക്കേണ്ടത്. അതിന് സംഘടനയ്ക്ക് എന്താണ് ബാധ്യതയുള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളും ഒരേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതിന് സംഘടനയ്ക്ക് എങ്ങനെ റോൾ? ഞാൻ ഉന്നയിച്ചിട്ടില്ല. എനിക്ക് ഉന്നയിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് ആദ്യം കേസ് കൊണ്ട് കൊടുത്തത് ഇവരാ. പറയാൻ തോന്നുന്നില്ല. പക്ഷേ കേസ് ആയതിനു ശേഷം അൻസിബ കുറെ ഊഹാപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജിന് ഞാൻ അപ്പം തന്നെ റിപ്ലൈ അയച്ചു. മോളി ഘോരഘോരം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും എന്റെ പരാതിയില്ല. 4 വരിയിലേ എന്റെ പരാതി ഉള്ളൂ. ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് ഞാനല്ലല്ലോ പറയണ്ടത്. എനിക്ക് എന്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എന്റെ ശരിയിലൂടെ മാത്രമാണ്. എന്റെ പിന്നിൽ ആരുമില്ല. എനിക്ക് പ്രത്യേകമായ ഒരു അജണ്ടയും ഇല്ല. എനിക്ക് ഇപ്പോഴും അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയോട് യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യങ്ങളും ഇല്ല. അതിന്റെ കാരണം പിന്നെ ഡിസംബർ 10-ാം തീയതി ഇങ്ങനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും ഡിസംബർ 14-ാം തീയതി തിരുവനന്തപുരത്ത് ഞാൻ ആ മോളെ കണ്ട സമയത്ത് ആ മോൾക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റ് വരെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഈ മോളെന്നുള്ള വിളിയാണ് ലക്ഷ്മിപ്രിയ ഒരാളെ വെറുത്ത് കഴിഞ്ഞാലാ. ഈ മോളും പൊന്നും കരളുമുള്ള വിളിയൊന്നുമില്ല. നമുക്കറിയാലോ, ബി കണ്ടവർക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു കാര്യം പിടിച്ചു വെച്ചാൽ അതേ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബസ്ലിയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ അവനെ അങ്ങ് ടാർഗറ്റ് ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ. പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ അതിനകത്ത് കഥകൾ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു നടന്നത്. അവളുടെ ഇന്റർവ്യൂവിനകത്ത് മൊത്തം അവർ ആ കഥ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സ്ത്രീയാണ് ഈ ലക്ഷ്മിപ്രിയ. ഇവരെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അൻസിബയ്ക്കെതിരെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ആ മോളോട് ഒരു ദേഷ്യമില്ല, മോൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ചേച്ചിയുടെ ഉള്ളിലെ വിഷം എത്രമാത്രമാണ്, പക്ഷെ അത് പുറമെ കാണിക്കുന്നില്ല. അതാണ് ലക്ഷ്മിപ്രിയ. അപ്പോഴും ഞാൻ ഇതിന്റെ കാര്യം ചോദിക്കണം, മോൻ എന്താ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, അതിന്റെ മറുപടി പറയൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ എന്റെ റൂമിലേക്ക് വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടില്ല. പല അവസരങ്ങളും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും അതിനു മുൻപും അതിനുശേഷം ഒക്കെയുള്ള ചാറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നോട് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ട വിധത്തിൽ ആ കുട്ടിയോ ഞാനോ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയിട്ടില്ല. അതായത് ഇങ്ങനൊരു മെസ്സേജ് അയച്ചത് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. ഒരു കാര്യം കൂടി, ഈ അതുല്യ ഒരു അത് നമുക്ക് തിരിച്ചു വന്നിട്ട് സംസാരിച്ചാൽ പോലെ, സമയം ഇപ്പൊ തന്നെ ഓവർ. ഓക്കെ, താങ്ക് യു, വന്നിട്ട് കാണാം. ഓക്കെ. ഇനിയിപ്പോൾ ആസിഫ് അലി വന്നിട്ട് ഈ പറയുന്ന അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഈ ലക്ഷ്മിപ്രിയെ കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഒന്നുടനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ായിരിക്കണം നടി അൻസിബ ഹസൻ പ്രതികരിച്ചതെന്ന് നടൻ ആസിഫ് അലി പറയുന്നു. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമ്മയുടെ നേതൃത്വത്തിൽ ഉള്ളവർക്ക് കൂടുതൽ സമയം നൽകണം എന്നും ആസിഫ് അലി ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ്. സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം. അല്ല, അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും, ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത്. പ്രശ്നങ്ങൾ എല്ലാ സംഘടനകളിലും ഉണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് വ്യത്യാസമെന്നും നടൻ ആസിഫ് അലി അഭിപ്രായപ്പെട്ടു. സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത്. ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന അൻസിബയുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മതപരവും ജാതീയവുമായ കാര്യങ്ങളെ ഗൗരവമായെടുത്താൽ പ്രശ്നം വലുതാകുമെന്നായിരുന്നു ആസിഫ് അലിയുടെ അഭിപ്രായം. വിവേകത്തോടെയാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മള് പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷേ ലക്ഷ്മിപ്രിയ എന്നൊക്കെ പറഞ്ഞ പഴയ ചിന്താഗതിയാ. ഇതിപ്പോ ആസിഫ് അലി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വർഗ്ഗസ്നേഹമാണെന്ന് വേണമെങ്കിൽ പറയും. കാരണം ഒരു ജാതിയാണല്ലോ ഇവിടെ. ജാതിയും വെച്ച് സംസാരിക്കുന്ന രീതികളൊക്കെ ഇവിടെ ശരിക്കും ഉണ്ടേ. ശരിക്കും ഉണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലെ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാണെങ്കിൽ നമ്മളിത് പറഞ്ഞാലേ. ഓക്കെ, എന്തായാലും ആസിഫ് അലി പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ. നമുക്ക് അൻസിബയുടെ ഇന്നലത്തെ ഒരു വീഡിയോ വെക്കാം. ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, അതൊന്ന് വെക്കാം. ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയുടെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിലൊക്കെ നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിനെ ഭീഷണിപ്പെടുത്താണോ? ഞാൻ അമ്പലത്തിലും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിലും ഒന്നും എവിടെ നിൽക്കുന്ന ആളല്ല. എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തല്ലേ ചേച്ചി പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട്, പൊന്നു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടൊന്ന്. ഞാൻ പറഞ്ഞ, ചേച്ചി, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ചേച്ചിയല്ല. അപ്പൊ ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ദയവ് ഈ കാര്യം പറഞ്ഞു ചേച്ചി വിളിക്കരുതെന്ന്. അത് കേൾക്കുമ്പോൾ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടുപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞ അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവര് ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണെന്നുള്ള ഒരു കപട മുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപട മുഖം താഴെ വീഴുക തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുന്നത്. അതെ അതെ. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഒരു കൈലാഷ് ഒരു മ്യൂസിക് ഷോ നടത്തിയിരുന്നു. 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സാരയും ഭർത്താവിനെ കൊണ്ട് ഒരു AV ജയിച്ചിരുന്നു. 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. കൺസീവ് വന്ന് ചോദ്യം ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ.
ഇത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. അതായത് ജനുവരി 12-ന് പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിന്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ മുന്നേ ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാനിങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നു പോയ ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഘടനയൊന്നും അല്ല. ഞാനങ്ങനെ എന്നിട്ട് ഒരു വോട്ടിംഗ് നടത്തിയ സമയത്ത് അപ്പൊ ഞാനിത് പറഞ്ഞു, ഇതിന്റെ മുന്നേ വേറെ 1-2 പേര് ചോദിച്ചിരുന്നു, അത് അമ്മ സംഘടന ഒരു സെക്യുലർ സ്ഥാപനമല്ലേ, അപ്പോ നമുക്കൊന്നും കൂടെ നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യരുത് എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു, നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് മെയിൽ അയക്കുകയും വാട്സപ്പിൽ ഞാൻ നോട്ട് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയുടെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്, മോളെ നീ എന്തിനാണ് മോളെ അമ്പലത്തിലൊക്കെ ആയിട്ട് നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിനെ ഭീഷണിപ്പെടുത്താണോ? ഞാൻ അമ്പലത്തിലും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിലും ഒന്നും എതിർ നിൽക്കുന്ന ആളല്ല, എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തല്ലേ ചേച്ചി പറഞ്ഞു. അപ്പൊ ഇല്ല ടെനിടോം എന്റെ കാര്യത്തിലോട്ടാണ് സംഭവം കണക്ട് ചെയ്ത് പോകുന്നത്. എന്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഇതുപോലെ ജാതിയുടെയും മതത്തിന്റെയും കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഇത് എതിർക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ വ്യക്തിയുടെ ജാതി വെച്ചിട്ട് സംസാരിക്കാൻ ഇവരെ കൊണ്ട് പറ്റും. അത് തന്നെയാണ് ഇവർ ഓരോ വ്യക്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം കാര്യങ്ങളൊക്കെ. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അൻസിബയൊക്കെ പുതിയ ആൾക്കാരാണ്, എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെന്ന് അൻസിബ എതിർക്കും. അൻസിബയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. തെറ്റ് കണ്ടാൽ കൊച്ചു അപ്പോൾ തന്നെ സ്പോട്ടിൽ പറയും, കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞ് പോയിന്റ് ആയിട്ട് പറയും. പക്ഷെ ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അൻസിബ തന്നെ പറയുന്നുണ്ട്, അമ്മ എന്ന് പറയുന്ന സംഘടന എനിക്ക് കാരണം ഇത്രയും നടന്മാരുള്ള ഒരു സംഘടനയ്ക്ക് സ്പോൺസേഴ്സ് ഓടി വരും, ഓടി ഇങ്ങോട്ട് വരും, അല്ലേ, കോടികൾ വീഴും, കോടികൾ രൂപ ഇങ്ങോട്ട് വീഴും. അപ്പം ചില മുക്കലും വിക്കലും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അത് കുറെ കാര്യങ്ങളൊക്കെ ഈ പെണ്ണ് ചൂണ്ടി കാണിച്ചിട്ടുണ്ടായിരിക്കാതായിരിക്കാം ഈ പെണ്ണിനെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൻസിബയ്ക്കെതിരെ കൊട്ടേഷനും പോയിട്ടുണ്ട്. ഈ പറയുന്ന അൻസിബയ്ക്കെതിരെ വിമർശിക്കാനും എതിർത്ത് സംസാരിക്കാനൊക്കെ പല ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അത് വേറെ കാര്യങ്ങൾ. എന്താ പറയുക, ചിലതൊക്കെ അറിയാം പക്ഷെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. സമയം പറയുന്ന പോലെ നമുക്ക് പറയാം. ഇപ്പോൾ ഓരോരുത്തർ രംഗത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്കും പറയാം. കാരണം നമ്മളായിട്ട് തുടക്കമിടുന്നില്ല, അവരായിട്ട് ഇടട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ഇവിടെ? നിങ്ങളവിടെ ആരെയാണ് വിശ്വസിക്കുന്നത്? അൻസിബയാണോ, ഈ പറഞ്ഞ ടിനിയാണോ, ലക്ഷ്മിപ്രിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നല്ല സംഘടനയാണ്. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പം ആണുങ്ങളായിരുന്നു നേരത്തെ പ്രശ്നം, ഇപ്പോൾ ഇതേ കിടക്കുന്നു. എല്ലാം വിട്ടുകൊടുത്തപ്പോൾ പെണ്ണുങ്ങൾ അതിനേക്കാളും കൂടായിപ്പ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.